ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗംഗ ചാടാനായിട്ട് കാലിന് പൊക്കണ സമയത്ത് പെട്ടെന്ന് തന്നെ വിനീത് ബാക്കിൽ കൂടെ വന്നിട്ട് ഇങ്ങനെ ഗംഗനെ രണ്ട് കൈകൾ കൊണ്ടും ഇങ്ങനെ എടുത്ത് പൊക്കിയിട്ട് അപ്പുറത്തേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഗംഗ ആകെ വല്ലാതാവാണ്. എന്നിട്ട് ഗംഗനോട് വിനീത് ചോദിക്കുകയാണ്, നഷ്ടപ്പെടുത്താൻ തീരുമാനിച്ച ഈ ജീവിതം എനിക്ക് തന്നൂടെ, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും ഗംഗയ്ക്ക് സങ്കടം വന്നിട്ട് ഗംഗ വിനീതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് നിന്നിട്ട് കരയാണ്. അപ്പോൾ കാവേരിയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നോക്കി നിന്നിട്ട് ചിരിക്കുകയാണ് കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അങ്ങനെ ഇതേ സമയത്ത് അമ്പലത്തിൽ ജയപാലം വന്നിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ് കേട്ടോ. വീണ്ടും ശാരദ അടുത്ത് വന്നിട്ട് പറയും, എന്താണ് വീട്ടിലേക്കൊന്നും പോകുന്നില്ലേ, ഉച്ചയായാലേ ഭയങ്കര വെയിലായിരിക്കും, ഈ വെയിലൊന്നും ഈ പ്രായത്തിൽ താങ്ങാൻ പറ്റൂല എന്ന് പറയാണ് കേട്ടോ. ഇനി ഗംഗനെ കാത്തു നിൽക്കണോ, ഗംഗനെ കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് ഞാൻ ആളെ ഏൽപ്പിച്ചോളാം, മറ്റേ പുഴയിലോ അതുപോലെ ഡ്രൈവേ ട്രാക്കിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നോക്കേണ്ടത്, അതിനൊക്കെ ആൾക്കാർ എൻ്റെ കൈവശമുണ്ട്, അവർക്കാവുമ്പോൾ അതൊക്കെ നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാധമ്മ പറയുന്നുണ്ട്, ജയപാല എന്നിട്ട് മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ, ഈ നാവുകൊണ്ട് ഇങ്ങനെയൊന്നും പറയരുതിട്ടാന്ന് പറയുമ്പോൾ ജയപാലൻ പറയുന്നുണ്ട്, മരിച്ചുപോയ അമ്മയുടെ സ്ഥാനത്ത് വേറൊരമ്മ വരുമൊന്നുമില്ല രാധമ്മ എന്ന് പറഞ്ഞിട്ട് അയാൾ പോവുകയാണ് കേട്ടോ. അങ്ങനെ കാറിൽ കയറിയിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിവിൻ്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ, വിനീതും കാവേരിയും കൂടിയിട്ട്. അപ്പോൾ ദേഷ്യം വരികയാണ് കേട്ടോ അയാൾക്ക്. എന്നിട്ട് വണ്ടി ആരടാ വണ്ടി മുന്നിൽ കൊണ്ട് നിട്ടതെന്ന് ചോദിച്ചിട്ട് ചാടി ഇറങ്ങുകയാണ്. അപ്പോഴേക്കും വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് കാവേരി ഇറങ്ങി വരുന്ന കാണുമ്പോൾ കാവേരി അടുത്തേക്ക് പരിഹാസത്തോടു കൂടി ചെല്ലാണ്. ആഹാ, നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയും, കുറച്ച് സമയം ഞാനിവിടെ ഇല്ലെങ്കിൽ എന്താ, വരുമ്പോൾ കാവേരി അതിൻ്റെ കുറവും കൂടെ തീർത്തിട്ടേ വരൂ എന്ന് പറയും. ഓഹോ, തപ്പിത്തറിയാൻ പോയിട്ട് എന്തായി, പട്ടി ചന്തയ്ക്ക് പോയ പോലെ വന്നല്ലേ, അതൊക്കെ നടക്കുള്ളൂ, എന്തായാലും ഈ കല്യാണം ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പരിഹസിക്കുകയാണ്. നീ എന്ത് തീരുമാനിച്ചിട്ട്, നീ എന്തിനു വേണ്ടി ശ്രമിച്ചിട്ടും അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണേ. അന്നേരം കാവേരി പറയാൻ, ആണോ, പട്ടി ചന്തയ്ക്ക് പോയ പോലെ അല്ലേ, ശരി എന്ന് പറഞ്ഞിട്ട് ബാക്കിലേക്ക് നോക്കിയിട്ട് ഒരു മന്ത്രം പോലെ ചൊല്ലുമ്പോഴേക്കും പെട്ടെന്ന് വാതിലിങ്ങനെ തുറന്നു കണ്ടിട്ട് ഗംഗ വരികയാണേ. ഗംഗ മാത്രമല്ല വിനീതും അപ്പുറത്തെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ ജയപാലൻ ശരിക്കും. അങ്ങനെ ശാരദയ്ക്കും രാധമ്മയ്ക്കും അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ ഗംഗനെയും വിനീതിനെയും കൂടെ ഒരുമിച്ച് കാണുമ്പോൾ. അന്നേരം കാവേരി പറയാണ്, നിങ്ങൾ എന്താ വിചാരിച്ചത്, ഇതൊന്നും നടക്കൂലെന്നോ, നിങ്ങൾ ആഗ്രഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, ഈ കല്യാണം എന്താ ഇപ്പം നടക്കാൻ പോകുകയാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ജയപാലൻ അല്ല അത് പിന്നെ എന്ന് പറയാം, നിങ്ങൾ ഈ കല്യാണം നടക്കൂലെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ജയപാലൻ പറയാണ്, ഇത് കല്യാണം നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നീ എങ്ങനെയാണെങ്കിൽ നടത്തി കാണിച്ചായോ എന്ന് പറയാനേ. അപ്പോൾ ശരി നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് വിനീതിനോട് ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീത് ബാക്കിൽ നിന്ന് നമ്മുടെ പൂജാരിനെ വിളിച്ചുകൊണ്ട് വരികയാണേ. അയാളെ കാണുമ്പോൾ ശരിക്കും ജയപാലൻ ഞെട്ടിപ്പോവുകയും അങ്ങനെ അയാളെയും കൊണ്ടുവന്നിട്ട് നിർത്തുകയാണ്. അപ്പോൾ കാവേരി പറയും, ആക്സിഡൻ്റ് ആയ ആൾ വണ്ടി ഓടിച്ച് പോകുന്നത് പൂജാരി കണ്ടു, പൂജാരി ആകെ അന്തം വിട്ടുപോയി എന്നൊക്കെ പറയാനിട്ട് കാവേരി. അങ്ങനെ അയാൾ വന്നുകാണിട്ട് ജയപാലിൻ്റെ അടുത്ത് പറയാനിട്ട്, നട്ടാക്കിൽക്കാത്ത നുണ പറഞ്ഞുകാണ്ട് എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ നോക്കിയല്ലേ, എന്നിട്ട് ആ പൈസ എടുക്കുകയാണ്. പൈസ എടുത്തിട്ട് ജയപാലിൻ്റെ കയ്യിൽ തന്നെ കീശയിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, എനിക്ക് പട്ടിണി പരിവട്ടോ ഒക്കെ ഉണ്ട്, പക്ഷേ ഈ പൈസ കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ടേന്നൊന്നും ഇറങ്ങൂല, ഇത് താൻ തന്നെ വെച്ചോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഇമാതിരി ചെയ്തികളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഒഴിവാക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ദേഷ്യത്തോട് കൂടിയിട്ട് പോകുകയാണ്. ഗംഗ വേഗം തന്നെ ശാരദൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാണ് കേട്ടോ. അവരങ്ങനെ കെട്ടിപ്പിടിച്ച് സങ്കടമൊക്കെ പങ്കുവയ്ക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ജയപാലിനോട് വീണ്ടും പറയുകയാണ് കേട്ടോ കാവേരി. അതെ, അപ്പോൾ അവിടെ നിന്ന് കുറേ ആൾക്കാർ കൂക്ക് വിളിക്കുന്നുണ്ടായിരുന്നു ജയപാലിൻ്റെ. അപ്പോൾ കാവേരി പറയും, ഇപ്പോൾ ഈ കൂക്ക് വിളിച്ച ആൾക്കാർ നാളെ കല്ലെറിയും, നിങ്ങൾ MLA MP ഒക്കെ ആവാൻ വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ ഈ സ്വരുക്കൂട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ്റെ പറ്റിച്ച പണമൊന്നും അപ്പം തികയാതെ വരും, ഈ കൂക്കിയ ആൾക്കാരൊക്കെ കല്ലെറിയുമ്പോഴേ ആ പണം നിങ്ങൾക്ക് ഉതകൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ, നിങ്ങളുടെ നാശത്തിൻ്റെ ആദ്യ തുടക്കം ഇവിടെ നിന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാവേരി അയാളോട് പറയാണ് കേട്ടോ. അപ്പോൾ ജയപാലനാണെന്നുണ്ടെങ്കിൽ കാവേരി പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി ഇല്ല, ഒന്നും മിണ്ടാതെ തല കുമ്പിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കാവേരി അവിടെ നിന്ന് അമ്മേരെ അടുത്തേക്ക് പോവുകയാണ്. ഈ സമയത്ത് വിനീത് വന്നിട്ട് ജയപാലിൻ്റെ അടുത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീതിനോട് ജയപാലൻ, അയ്യോ അതെ വിനീതേ എന്ന് പറയുമ്പോഴേക്കും, അതെ ഇപ്പം തൽക്കാലം ഞാനൊന്നും പറയില്ല, താൻ എൻ്റെ പെണ്ണിനെ കുറേ വിഷമിപ്പിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷെ ഞാനിപ്പോൾ ഒന്നും പറയുന്നില്ല, കാരണം എനിക്കും സമയമില്ല തനിക്കും സമയമില്ല, എനിക്കിപ്പോൾ എന്തായാലും കുറച്ച് പരിപാടികളുണ്ട്, ഞാനെന്നാലേ വേഗം പോയിട്ട് കല്യാണം കഴിക്കട്ടെ, പെട്ടെന്നൊരു കല്യാണം കഴിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം,
താൻ പറയാറില്ലേ തൻ്റെ അച്ഛൻ്റെ പേര് ഇടയ്ക്കിടയ്ക്ക് അയാളുടെ മകനാണെന്നുണ്ടെങ്കിലേ താൻ ഇവിടെ നിൽക്ക്, ഞാൻ പോയി കല്യാണം കഴിച്ചിട്ട് വരാമെന്ന് പറയും. ജയപാലൻ ദേഷ്യത്തോട് വിട്ടിട്ട് വണ്ടി കയറി പോകാണേ. അവരൊക്കെ അമ്പലത്തിലേക്കും കയറിപ്പോയി. പിന്നെ കാണിക്കുന്നത് സുജാതൻ്റെ ഫോണിലേക്ക് ആരോ വിളിച്ചിട്ട് പറയാണ് വിനീത് അമ്പലത്തിലുണ്ടെന്ന്. അപ്പോൾ ഗീത പറയാം, അങ്ങനെ വിനീത് അമ്പലത്തിലുണ്ടാകും, ഇവിടെ ഉണ്ടെന്നല്ലേ, ഇവിടെ ഈ റൂമിൽ പൂട്ടിയിട്ട ആളെങ്ങനെ അമ്പലത്തിൽ പോവാം, അമ്മ ഒരു കാര്യം ചെയ്യാറ് റൂം ഒന്ന് തുറന്ന് നോക്കാൻ പറയും. റൂം തുറന്ന് നോക്കുന്ന സമയത്താണ് കേട്ടോ വിനീതിന് ഇങ്ങനെ തിരിഞ്ഞിരിക്കുകയാണേ. അപ്പോൾ വിനീതേ ഡാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് നിവിൻ. ഡാ നീ അങ്ങനെ ഈ റൂമിൻ്റെ ഉള്ളിൽ വന്ന്, ഈ റൂമിൻ്റെ ഉള്ളിൽ വിനീതായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് നിവിൻ്റെ കഴുത്തിന് പിടിക്കാൻ കേട്ടോ. അന്നേരം നിവിൻ പറയാണ്, ആൻറ്റി ഇപ്പോൾ തൽക്കാലം കുറച്ച് ക്ഷമ കാണിക്കി, കുറച്ച് ക്ഷമയോട് കൂടിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നടന്നത് എന്താണെന്നേ ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ തന്നെ വിനീതല്ല നിവിൻ വിശദീകരിക്കുകയാണ്. എൻ്റെ വണ്ടി പോയപ്പോൾ ഗീത ചേച്ചി പിടിച്ചെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. വാതിൽ തുറന്ന് നോക്കുമ്പോഴും ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പോൾ കാവേരിയാണ് പറഞ്ഞത് രണ്ട് വിനീത് വേണ്ടേ, അപ്പോൾ ഒരു വിനീത് ഇവിടെ ഒരു വിനീത് അവിടെ. അപ്പോൾ വിനീതിൻ്റെ ഡൂപ്പായിട്ട് ഞാൻ നിന്ന് എൻ്റെ ഡ്രസ്സ് ഇട്ട് അവനിപ്പോൾ അമ്പലത്തിലേക്ക് പോയി. അമ്പലത്തിൽ ഈ സമയത്ത് താലികെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ സുജാതയ്ക്ക് ദേഷ്യം വരാണ് കേട്ടോ. അപ്പോൾ ഗീതയാണെന്നുണ്ടെങ്കിലും ദേഷ്യത്തോട് കൂടിയിട്ട് ഇടാ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അല്ല ഗീതേച്ചിക്ക് എന്താ ഇതിൽ കാര്യം, ഗീതേച്ചിന് കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ, കല്യാണം കഴിച്ചു കൊടുത്ത് ആളും പിന്നെ ഇവിടെ വന്ന് കെട്ടിപ്പേറി കിടക്കേണ്ട കാര്യം എന്താണ്, ഈ വീട്ടിലുള്ള ആൾക്കാർ കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളാരാണെന്ന് ചോദിക്കട്ടോ. അപ്പോൾ സുജാത പറയാം, എടാടാ നീ എവിടേക്കാടാ കയറി പോകുന്നത്, കുറച്ച് ക്ഷമിച്ച് നിന്നപ്പോൾ നീ നെഞ്ചത്തേക്ക് കയറിയാൻ വരികയാണോ നോക്കിയാണ് കേട്ടോ. അതെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ഞങ്ങളിവിടെ വിനീതിനെ അന്വേഷിച്ച് വന്ന സമയത്തെ പോലീസാണ് ഇവിടെ അന്വേഷിച്ച് വന്നിരുന്നത്, കാര്യമാവും നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ജയിലിലുണ്ടായേനെ. അപ്പോൾ ഗീത ചോദിക്കും, പോലീസാണോ ഇവിടെ ഈ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കണേന്ന് ചോദിക്കാനേ. അതെ ഈ വീട്ടിലെ കാര്യങ്ങളല്ല വിനീതിൻ്റെ കാര്യങ്ങൾ. വിനീത് പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനാണ്, അവൻ ആരെ കല്യാണം കഴിക്കണം ആരെ കൂടെ ജീവിക്കണം എന്നൊക്കെ അവനാണ് തീരുമാനിക്കുന്നത്, അല്ലാണ്ട് നിങ്ങളല്ല എന്ന് പറയാൻ കേട്ടോ. നീ ഇതിനെ അനുഭവിക്കും എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നിവിൻ ദേഷ്യം വരണ്ടേ, എൻ്റെ അടുത്തേക്ക് കൈ കൊണ്ട് സംസാരിച്ചിട്ടുണ്ടല്ലോ, ഞാനേ വിനീതല്ല കേട്ടാ നിവിൻ വിനീതിൻ്റെ അമ്മയും പെങ്ങളാണെന്നുള്ളൊരു സ്നേഹമൊക്കെ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിലിപ്പോൾ മനസ്സിലായത്. അതുകൊണ്ട് ആ ഒരു സ്നേഹമൊന്നും ഇപ്പം എനിക്കില്ല. എൻ്റെ അടുത്തേക്ക് കുറയ്ക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ പണി എവിടെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തിട്ട് അത് കേട്ട് സുജാത ആകെ ഞെട്ടിപ്പോവുകയാണ്. എന്നിട്ട് പറയണതേ ഇപ്പം തൽക്കാലം രണ്ടാളും വഴിമാറിക്ക്, എനിക്ക് പോയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറയട്ടോ. അതിനുശേഷം വീണ്ടും സുജാതനോട് പറയണം, അതേ കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവും, ഞാൻ എന്തായാലും വേഗം അവിടെ ചെല്ലട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഇതേസമയം അമ്പലത്തിൽ താലികെട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കാൻ കേട്ടോ. അപ്പോഴേക്കും നിവിൻ അവിടെ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ വിനീതിങ്ങനെ ഇങ്ങനെ നോക്കുകയാണ്. ഇങ്ങനെ നോക്കിയത് കഴിഞ്ഞതിന് ശേഷം താലിയൊക്കെ കൊടുത്ത് താലി കെട്ടി പൂമാലയൊക്കെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടു. പിന്നെ രണ്ടുപേരും വിരലിൽ മോതിരം മാറി, അങ്ങനെ മോതിരം മാറ്റവും ചടങ്ങുകളും ഓരോരോ ചടങ്ങുകളും ഇങ്ങനെ കഴിയാനിട്ട് എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. അങ്ങനെ സിന്ദൂരം കൂടിയിട്ട് തൊട്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഗംഗയ്ക്ക് താല്പര്യക്കുറവൊന്നുമില്ല കേട്ടോ, നല്ല സന്തോഷത്തോടു കൂടി തന്നെയാണ് ഗംഗ കാര്യങ്ങൾക്കൊക്കെ നിന്ന് കൊടുക്കുന്നത്. അതിനെ പുടവ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വിനീതും ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഗംഗി നിനക്ക് നീ ആഗ്രഹിച്ചതുപോലുള്ള ഒരു ഭർത്താവല്ല ഞാനെന്ന് എനിക്കറിയാം, പക്ഷെ ഞാനതുപോലെ ആവാനായിട്ട് എന്നെക്കൊണ്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നത് മനസ്സിലിങ്ങനെ പറയുകയാണേ. അങ്ങനെ താലികെട്ടും കാര്യങ്ങളൊക്കെ ചടങ്ങുകളൊക്കെ കഴിയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ അത്രയും ഭാഗങ്ങൾ കാണിച്ചിട്ടുള്ളൂ. നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിച്ചിട്ടുള്ളത് ഇവരിങ്ങനെ പുറത്തേക്ക് വരുന്ന സമയത്ത് സുജാതയും ഗീതയും കൂടിയിട്ട് അങ്ങോട്ട് വരികയാണ്. അപ്പോൾ വിനീത് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞതിനെ കുറിച്ചൊക്കെ അമ്മയെ അനുഗ്രഹിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴേക്കും എൻ്റെ മകൻ വിനീത് ഇന്ന് മരിച്ചുപോയി, ഇന്നേക്ക് 16-ാം ദിവസം ഇവൻ്റെ അടിയന്തരം ഞാൻ നടത്തും, വായക്കരി ഇടുന്ന സമയത്ത് അമ്മ കൂടി അവിടേക്ക് വരണം എന്നൊക്കെ പറയാണ് കേട്ടോ. അതായത് ഗംഗനെയും വിനീതിനും ഇനി ആ വീട്ടിലേക്ക് കയറ്റാൻ പോകുന്നില്ല. അപ്പോൾ മകൻ മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് കാര്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് സുജാത അവിടെ നിന്ന് പോവുകയാണ്. അന്നേരം രാധമ്മ പറയാണ്, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വായോ, അവിടുത്തെ ഒരംഗം പോലെ ആ വീട്ടിലെ ഒരാളായിട്ട് നിനക്ക് ജീവിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗംഗനെയും വിനീതിനെയും ഗംഗയുടെ വീട്ടിലേക്കാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. അങ്ങനെ നിവിനോട് എല്ലാവരും കൂടിയിട്ട് നന്ദി പറയുന്നുണ്ട്, ഈ കല്യാണത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ അതിന് അവന് പകരം എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ കാവേരിനെയാണ് കേട്ടോ നിവിൻ നോക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രമോലാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഭാഗങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.